ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പൊതിച്ചോറൊക്കെ കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ കറികൾ വെച്ചിട്ടുള്ള ഒരു പൊതിച്ചോറാണ്. അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണിച്ചിട്ടുള്ള കറികളൊക്കെ തന്നെ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ റെസിപ്പീസ് ക്ലിയറായിട്ട് വേണമെങ്കിൽ ആ വീഡിയോസ് കണ്ടാൽ മതി. ആദ്യം തന്നെ നമുക്ക് മീനിലേക്ക് ആവശ്യമായ മസാലയൊക്കെ പുരട്ടി വെക്കാം. അപ്പോൾ ബാക്കി കറികളൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് അതിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ബീറ്റ്റൂട്ട് തോരന് വേണ്ടിയിട്ട് ബീറ്റ്റൂട്ടൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 2 വെളുത്തുള്ളി, 3 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 പിടിയോളം തേങ്ങ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സിയിൽ ഇതേപോലെ ചതച്ചെടുക്കാം. ഇനി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾക്ക് ഈ ബീറ്റ്റൂട്ട് അതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴന്നോളും. കാര്യം നമ്മൾ ഭയങ്കര ചെറുതായിട്ടാണ് ബീറ്റ്റൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴന്നോളും. വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. ഇനി ബീറ്റ്റൂട്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. വളരെ ലോ ഫ്ലെയിമിൽ വേണം എപ്പോഴും തീ വയ്ക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തുറന്ന് നോക്കിയപ്പം ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ തയ്യാറാക്കിയിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്നാൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അപ്പോഴേക്കും ബീറ്റ്റൂട്ടൊക്കെ തയ്യാറായി വരും. ഈ സമയം കൊണ്ട് നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം. ഇനി ഞാനിവിടെ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കടുക് മാങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഉപ്പ് തിരുമ്മി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കത് തയ്യാറാക്കി എടുക്കാം. ഇനി ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടായപ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ മതി. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ തന്നെ കടുക് ഇതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് പൊട്ടി വരണം. ഇതൊക്കെ പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി തീ ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് പിന്നെ ഇതിലേക്ക് ഒരല്പം കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഈ ഒരു സ്മെല്ലിനും ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഈ സമയത്ത് ഞാൻ എപ്പോഴും തീ ഓഫ് ചെയ്ത് തന്നെ വെച്ചേക്കുകയാണ്. എന്നിട്ട് മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വെച്ച് മൂടി വയ്ക്കാം. അപ്പോഴേക്കും കടുക് മാങ്ങ തയ്യാറാകും. ഇപ്പം എൻ്റെ കയ്യിൽ മാങ്ങാച്ചാർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് കടുക് മാങ്ങ ഉണ്ടാക്കിയെടുക്കുന്നത്. മാങ്ങാച്ചാർ കയ്യിലുണ്ടെങ്കിൽ കടുക് മാങ്ങ തയ്യാറാക്കേണ്ടതില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കറി ഒഴിവായി കിട്ടും. ഈ സമയത്ത് ഞാൻ എൻ്റെ ബീറ്റ്റൂട്ട് നോക്കി, അപ്പോൾ ഇതെല്ലാം നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമ്മുടെ പൊതിച്ചോറിന് മസ്റ്റായിട്ടുള്ള ഐറ്റമായിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യത്തിന് തേങ്ങ, ഉള്ളി, ഇഞ്ചി, പിന്നെ മാങ്ങയാണ് പുളിക്ക് ചേർക്കുന്നത്. മാങ്ങ, പിന്നെ മുളക് പൊടി ഇതെല്ലാം തേങ്ങയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ജാറിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം പാകത്തിന് അതിലേക്ക് പിടിക്കും. അത് കഴിഞ്ഞിട്ട് വഴിയെ ബാക്കി കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഒന്നിടിച്ചിട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരയണ്ട, ഇത് ഈ ഒരു പരുവത്തിൽ മതി. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കെടുക്കാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ വറുത്തെടുക്കാം. അതിന് മീൻ ആവശ്യത്തിന് വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോഴേക്കും മീനിൻ്റെ പീസുകളിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മീനും വറുത്തെടുക്കാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ പൊതിച്ചോറ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മീനിൻ്റെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോഴേക്കും അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പുറം വശം കരിഞ്ഞു പോവും, ഉള്ളു വേകില്ല. അപ്പോൾ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഞാൻ ചെയ്യാൻ പോണത് മുട്ട ഓംലേറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് വളരെ നൈസായിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഉപ്പും ആഡ് ചെയ്തിട്ട് കറിവേപ്പിലയും കീറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഓംലേറ്റൊക്കെ നമ്മൾ ചൂടോടുകൂടി ആ പൊതിച്ചോറിലേക്ക് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓംലേറ്റ് തയ്യാറാക്കി എടുക്കാം. ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ഓംലേറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് കെട്ടാനായിട്ടുള്ള വാഴയില ഇതുപോലെ ഒന്ന് തീയിൽ കാണിച്ച് വാട്ടിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കി അത് പൊതിച്ചോറ് കെട്ടുമ്പോഴേക്കും കീറിപ്പോവും. ഇങ്ങനെ വാട്ടിയെടുത്ത് കഴിയുമ്പോഴേക്കും കീറില്ല. ഇനി ചൂട് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഓരോരോ കറികളായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ചോറ് നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഓരോന്ന് ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് കെട്ടിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴോ കോളേജിലൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാം. പണ്ടൊക്കെ ഈ രീതിയിലായിരുന്നു ആളുകൾ ചോറൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വാഴയിലയിൽ ഈ ചൂടോടുകൂടി ഇതെല്ലാം വിളമ്പിയതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് രാവിലെ ഇതൊക്കെ കെട്ടി വെച്ചിട്ട് ഉച്ചയാകുമ്പോഴേക്കും ഇത് തുറക്കുമ്പോൾ ആ വാഴയിലയിൽ ഇരിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റും സ്വാദൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് ഇത് കെട്ടുന്നത്. താഴെ ഒരു പേപ്പറും വെച്ചിട്ട് ഈ വാഴയുടെ തന്നെ നാരെടുത്തിട്ടാണ് ഞാൻ കെട്ടുന്നത്. അപ്പോൾ ഇതേപോലെ പേപ്പറും കൂടെ കെട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലേൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു റബ്ബറിട്ടൊക്കെ കെട്ടി വെക്കാം. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മൾ ഈ പൊതിച്ചോറ് കെട്ടി ഉടനെ എടുത്താൽ ആ കറക്റ്റൊരു ടേസ്റ്റൊന്നും കിട്ടില്ല. ഒരു 1-2 മണിക്കൂറെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. അത് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് കൊതിയാവുന്നുണ്ട്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.